വെൽക്കം ടു സഫിയർ ഫ്യൂച്ചർ അക്കാദമി. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്താണെന്ന് പറഞ്ഞു, എങ്ങനെയാണ് ഒരു റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞു, അമ്നിയോസിന്തസിസ് എന്താണെന്ന് പറഞ്ഞു, പോപ്പുലേഷൻ കൺട്രോൾ എന്താണെന്ന് പറഞ്ഞു, പോപ്പുലേഷൻ എന്താണ്, പോപ്പുലേഷൻ കൺട്രോൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മേജർ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, അതായത് പോപ്പുലേഷൻ കൺട്രോൾ മെത്തേഡ്സ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്തത്. ജനസംഖ്യ നിയന്ത്രിക്കുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യ നിയന്ത്രിക്കുന്നത്? പോപ്പുലേഷൻ കൺട്രോൾ മെത്തേഡ്സ്. പോപ്പുലേഷൻ കൺട്രോൾ മെത്തേഡ്സ്. പോപ്പുലേഷൻ കൺട്രോൾ മെത്തേഡ്സിനെ നമ്മൾ വിളിക്കുന്നത് കോൾഡ് ബർത്ത് കൺട്രോൾ മെത്തേഡ്സ്, ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ഓർ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ഓർ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് വിളിക്കും. എങ്ങനെ നമ്മൾ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നു? ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ജനസംഖ്യ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ, അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, ഗർഭനിരോധന മാർഗങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദർ ആർ സെവറൽ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ്. കുറേ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ഉണ്ട്. ദേ ആർ നാച്ചുറൽ ഓർ ട്രഡീഷണൽ. നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്സ്. ആദ്യത്തേത് നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്സ്. നെക്സ്റ്റ് ബാരിയർ മെത്തേഡ്സ്. അടുത്തത് ഇൻട്രാ യൂട്രിൻ ഡിവൈസസ്, ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ്. അടുത്തത് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്. അടുത്തത് ഇൻജക്റ്റബിൾസ്. അടുത്തത് സർജിക്കൽ മെത്തേഡ്സ്. ഇങ്ങനെ ഡിഫറെൻറ്റ് പല രീതിയിലുള്ള പല തരത്തിലുള്ള ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ആണ് ഇന്ന് സയന്റിഫിക് ആയിട്ടുള്ള ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ആണ് ഇന്ന് നിലവിലുള്ളത്. നാച്ചുറൽ, ട്രഡീഷണൽ, ബാരിയർ മെത്തേഡ്, ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ്, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, ഇൻജക്റ്റബിൾസ് ആൻഡ് സർജിക്കൽ മെത്തേഡ്സ്. അതിൽ ആദ്യത്തേത് നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്സ്. എന്താണ് നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്? അതായത് നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ യാതൊരു തരത്തിലുള്ള ഗർഭനിരോധന മാർഗങ്ങളും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ്സ് മെത്തേഡ്സും ഉപയോഗിക്കാതെ സെക്ഷൽ കോണ്ടാക്റ്റുകൾ നടത്തുകയും ബർത്ത് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന മാർഗത്തിനെയാണ് നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്സ് എന്ന് വിളിക്കുന്നത്. അതിൽ 3 കാര്യങ്ങളാണ് നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ആദ്യത്തേത് കോയിറ്റസ് ഇന്ററപ്റ്റസ്. കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് വിളിക്കും. ഒന്ന് കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് വിളിക്കും. രണ്ടാമത്തത് ലാക്ടേഷണൽ അമിനോറിയ. ലാക്ടേഷണൽ അമിനോറിയ. ലാക്ടേഷണൽ അമിനോറിയ. മൂന്നാമത്തത് പീരിയോഡിക് അബ്സ്റ്റിനൻസ്. ഓക്കെ, 3 നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്സ് ആണുള്ളത്. കോയിറ്റസ് ഇന്ററപ്റ്റസ്, ലാക്ടേഷണൽ അമിനോറിയ, പീരിയോഡിക് അബ്സ്റ്റിനൻസ്. അതിൽ ആദ്യത്തേത് കോയിറ്റസ് ഇന്ററപ്റ്റസ്. കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൽ കോണ്ടാക്ട് എന്നാണ് അർത്ഥം. ദെൻ ഇന്ററപ്റ്റസ് എന്ന് വെച്ചാൽ അത് ഇന്ററപ്റ്റ് ചെയ്യുക, സെക്ഷൽ കോണ്ടാക്ട് ഇന്ററപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. അതായത് കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറയുന്നത് ഡ്യൂറിങ് സെക്ഷൽ കോണ്ടാക്ട് the male organism insert his penis into the vagina. സെക്ഷൽ കോണ്ടാക്ട് നടക്കുന്ന സമയത്ത് മെയിൽ ഓർഗാനിസം അദ്ദേഹത്തിൻ്റെ പെനിസ് വജൈനയിൽ ഇൻസേർട്ട് ചെയ്യും. അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് സ്പേമിൻ്റെ അല്ലെങ്കിൽ സെമൻ്റെ ഇജാക്കുലേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ സെമൻ്റെ ഇജാക്കുലേഷൻ സംഭവിക്കുന്നതിന് മുമ്പ്, ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ, സെമൻ ഇജാക്കുലേഷൻ നടക്കുന്നതിന്, റിലീസിങ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് വജൈനയിൽ നിന്നും പെനിസ് റിമൂവ് ചെയ്യുക എന്നുള്ള മാർഗമാണ് കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഒരു മാർഗം എന്ന് പറയുന്നത്. അതൊരു നാച്ചുറൽ മാർഗമാണ്. യാതൊരു തരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് നമ്മളതിൽ ഉപയോഗിക്കുന്നില്ല. അടുത്തതാണ് ലാക്ടേഷണൽ അമിനോറിയ എന്ന് പറയുന്നത്. ലാക്ടേഷണൽ അമിനോറിയ. അമിനോറിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം, വാട്ട് ഈസ് അമിനോറിയ? അമിനോറിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവേഷൻ എന്നാണ്. മെൻസ്ട്രുവേഷന്റെ ആബ്സെൻസ് എന്നാണ്. ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവേഷൻ.
മെൻസ്ട്രേഷൻ ഇല്ലാത്തത് എന്നാണ് അർത്ഥം. അതായത് ഒരു സ്ത്രീ ഡെലിവറിക്ക് ശേഷം, അവരുടെ പ്രസവത്തിന് ശേഷം, ഡെലിവറിക്ക് ശേഷം പിന്നെ ഒരു 6 മന്ത്സോളം, മാക്സിമം ഒരു 6 മാസത്തോളം അവർക്ക് മെൻസ്ട്രേഷൻ റീസ്റ്റാർട്ട് ചെയ്തില്ല, മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല. അതായത് 6 മാസത്തിന് ശേഷമാണ് മെൻസ്ട്രേഷൻ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അതെല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല. മാക്സിമം 6 മാസമാണ്. പലർക്കും പലതും മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. എങ്കിലും മാക്സിമം ഒരു 6 മാസത്തേക്ക് മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല. അതാണ് അമിനോറിയ എന്ന് വിളിക്കുന്നത്, ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ. അപ്പോൾ അത് മെയിൻലി എന്തിനുള്ള പീരിയഡാണ്? ലാക്ടേഷനുള്ള പീരിയഡാണ്, ബ്രസ്റ്റ് ഫീഡിങ്ങിനുള്ള പീരിയഡാണ്. അപ്പോൾ ഇന്റൻസ് ലാക്ടേഷൻ നടക്കുന്ന സമയത്ത് അമിനോറിയ, മെൻസ്ട്രേഷൻ ആബ്സെന്റ് ആണെന്നുള്ളതാണ് എന്തിന്റെ അർത്ഥം? ലാക്ടേഷണൽ അമിനോറിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം. സോ ആ പീരിയഡിൽ മെൻസ്ട്രേഷൻ സംഭവിക്കാത്തത് കൊണ്ട്, ഓവുലേഷൻ ഒന്നും നടക്കാത്തത് കൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ യാതൊരു തരത്തിലുള്ള പ്രിവെന്റീവ് മെഷർ ഉപയോഗിക്കാതെ സെക്ഷൽ കോണ്ടാക്ട് നടത്തിയാലും എന്തുണ്ടാവില്ല? പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യത്തില്ല. അതാണ് ലാക്ടേഷണൽ അമിനോറിയ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അതൊരു സേഫ് സെക്സ് പീരിയഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്താണ് പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് വിളിക്കുന്നത്. പീരിയോഡിക് അബ്സ്റ്റിനൻസ്, അതായത് പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻസ്ട്രേഷൻ തുടങ്ങുന്ന ദിവസം മുതൽ, മെൻസ്ട്രേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ 10 മുതൽ 17 ദിവസം വരെ സെക്ഷൽ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, മെൻസ്ട്രേഷൻ തുടങ്ങുന്ന ദിവസം തൊട്ട് നോക്കി 10 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ സെക്ഷൽ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് ആ സമയത്താണ് ഓവുലേഷൻ നടക്കുന്നതും ആ സമയത്ത് സെക്ഷൽ കോണ്ടാക്ട് നടന്നാൽ സ്പേമും ഓവും തമ്മിൽ മീറ്റ് ചെയ്യാനും അത് ഫെർട്ടിലൈസേഷൻ നടക്കാനും പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യുക? സെക്ഷൽ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുക. അതാണ് പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് വിളിക്കുന്നത്. സോ ദീസ് ആർ 3 മെത്തേഡ്സ് ഇൻ നാച്ചുറൽ ഓർ ട്രഡീഷണൽ. യാതൊരു തരത്തിലുള്ള നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള യാതൊരു മാർഗവും ഉപയോഗിച്ചിട്ടില്ലാതെ നമ്മൾ ഗർഭനിരോധനം അല്ലെങ്കിൽ കോൺട്രാസെപ്ഷൻ പ്രിവെന്റ് ചെയ്യുന്ന മെത്തേഡാണ് നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ബാരിയർ മെത്തേഡ്. അടുത്തതാണ് ബാരിയർ മെത്തേഡ്. ബാരിയർ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ് ബാരിയർ എന്ന് പറഞ്ഞാൽ? ബാരിയർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്പേമും ഓവും തമ്മിലുള്ള മീറ്റിംഗ് തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, ബാരിയർ ബിറ്റ്വീൻ, ഹിയർ ഫോംസ് എ ബാരിയർ ബിറ്റ്വീൻ ദ മീറ്റിംഗ് ഓഫ് സ്പേം ആൻഡ് ഓവം. സ്പേമും ഓവും തമ്മിലുള്ള മീറ്റിംഗ് തടയുന്നതിന് വേണ്ടിയിട്ടാണ് മാർഗമാണ് ബാരിയർ മെത്തേഡ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ചില ബാരിയേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, അതാണ് ബാരിയർ മെത്തേഡ് എന്ന് പറയുന്നത്. സോ നാച്ചുറലി യൂസിങ് ബാരിയേഴ്സ് എന്ന് പറയുന്നത് കോണ്ടംസ് ആണ്. നാച്ചുറലി ഉപയോഗിക്കുന്ന ബാരിയർ മെത്തേഡുകൾ എന്ന് പറയുന്നത് കോണ്ടംസ് ആണ്. ദെൻ വോൾട്ട്, ദെൻ ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്സ്. ഇതാണ് സാധാരണ ഉപയോഗിക്കുന്ന ബാരിയർ മെത്തേഡുകൾ. കോണ്ടംസ്, വോൾട്ട്, ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ്. അതിൽ ആദ്യത്തേതാണ് കോണ്ടംസ് എന്ന് പറയുന്നത്. കോണ്ടം എന്ന് പറയുന്നത് മെയിൽ യൂസ് ചെയ്യുന്ന കോണ്ടം ഉണ്ട്, ഫീമെയിൽ കോണ്ടം ഉണ്ട്. ദർ ആർ 2 ടൈപ്സ് ഓഫ് കോണ്ടംസ്. മെയിൽ കോണ്ടവും ഉണ്ട്, അതുപോലെ ഫീമെയിൽ കോണ്ടം ഉണ്ട്. മെയിൽ യൂസ് ചെയ്യുന്നത് പെനിസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡ്യൂറിങ് കോയിറ്റസ് പെനിസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൽ കോണ്ടം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഫീമെയിൽ കോണ്ടം എന്ന് പറയുന്നത് ഡ്യൂറിങ് കോയിറ്റസ് ഫീമെയിൽസിന്റെ വജൈന ഭാഗത്ത് ആണ് ഫീമെയിൽ കോണ്ടം ഇൻസേർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ പെനിസിൽ കോണ്ടം കവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇജാക്കുലേഷൻ നടന്നു കഴിഞ്ഞാലും സ്പാം ഒരിക്കലും ഫീമെയിൽ ട്രാക്റ്റിലേക്ക് ഇൻസെമിനേഷൻ നടക്കില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടത്തില്ല. അതാണ് കോണ്ടം. അവിടെ വെച്ച് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫീമെയിൽസിൽ ആ ഫീമെയിൽ കോണ്ടമാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഈ സ്പേം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെമൻ അല്ലെങ്കിൽ സ്പേം എന്ന് പറയുന്നത് ആ കോണ്ടത്തിൽ ഡെപ്പോസിറ്ററായി കിടക്കും. ബർത്ത് കനാലിലേക്കോ അല്ലെങ്കിൽ വജൈനൽ കനാലിലേക്കോ അത് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നില്ല. അതാണ് നമ്മൾ കോണ്ടംസിന്റെ യൂസേജ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് കോണ്ടംസ് ഒരിക്കലും നമുക്ക് 100% അത് എഫക്റ്റീവ് ആണ് നമ്മളത് പറയുന്നില്ല. അപ്പോൾ ഇതിന്റെ മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡ് എന്ന് പറയുന്നത് ഇറ്റ് പ്രിവെന്റ്സ് STDs, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിനെ നമുക്ക് ഇതുവഴി പ്രിവെന്റ് ചെയ്യാൻ പറ്റും. കോണ്ടംസ് ക്യാൻ പ്രിവെന്റ്
STIs. STI എന്ന് വെച്ചാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. എയ്ഡ്സ് പോലെയുള്ള സെക്ഷൽ കോണ്ടാക്ട് വഴി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന അസുഖങ്ങളെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് റീയൂസബിൾ. വീണ്ടും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. വൺസ് യൂസ്ഡ് ഇറ്റ് ഷുഡ് ബി ഡിസ്പോസ്ഡ്. ഇത് നമ്മൾ ഒരു തവണ യൂസ് ചെയ്താൽ അത് പിന്നീട് ഡിസ്പോസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അതാണ് നമ്മൾ കോണ്ടം എന്ന് പറയുന്നത്. മെയിൽ കോണ്ടം ഉണ്ട്, ഫീമെയിൽ കോണ്ടം ഉണ്ട്. ദെൻ നെക്സ്റ്റ് വോൾട്ട്. ഈ വോൾട്ട് അതുപോലെ ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ്, ഇത് മൂന്നും ഫീമെയിൽസ് യൂസ് ചെയ്യുന്നതാണ്. ക്യാൻ ബി യൂസ്ഡ് ബൈ ഫീമെയിൽസ് ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളാണ് വോൾട്ട്, ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്നും ഡയഫ്രം അതുപോലെ സെർവിക്കൽ ക്യാപ്പ് എന്നൊക്കെ പറയുന്നത് ഫീമെയിൽസിന്റെ വജൈനൽ ഭാഗത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഇജാക്കുലേഷൻ നടക്കുമ്പോൾ സ്പേം എന്ന് പറയുന്നത് ഈ വോൾട്ടിലോ ഡയഫ്രത്തിലോ ഈ എക്യുപ്മെന്റ്സിൽ ഡെപ്പോസിറ്റഡ് ആയി കിടക്കും. അതൊരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ വോൾട്ട്, ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്പുകൾ മൂന്നും ഫീമെയിൽസ് യൂസ് ചെയ്യുന്നതാണ്. അതും ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. പിന്നെ അടുത്ത മാർഗമാണ് മറ്റൊന്നാണ് സ്പെർമിസൈഡൽ ജെല്ലീസ്. സ്പെർമിസൈഡൽ ജെല്ലി ഓർ ക്രീം. സ്പെർമിസൈഡൽ ജെല്ലി അല്ലെങ്കിൽ ക്രീമുകൾ. അത് നമ്മൾ സാധാരണയായിട്ട് പെനിസിലോ അല്ലെങ്കിൽ വജൈനൽ ഓപ്പണിംഗ് ഭാഗത്തൊക്കെ പേസ്റ്റ് ചെയ്യുന്ന ചില ജെല്ലി ലൈക്ക് അല്ലെങ്കിൽ ക്രീം ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേം സെമൻ വന്നാൽ സെമനിലുള്ള സ്പേമിനെ ഇത് കില്ല് ചെയ്ത് കളയും, ഇതിനെ നശിപ്പിച്ച് കളയും. അപ്പോൾ അങ്ങനെയാണ് സ്പെർമിസൈഡൽ ജെല്ലിയുടെയും ക്രീമിന്റെയും യൂസേജ് എന്ന് പറയുന്നത്. അപ്പോഴും അതൊരു ബാരിയറായിട്ട് സ്പേം റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് പ്രവേശിക്കാതെ അവിടെ വെച്ച് നമുക്ക് കൊന്നു കളഞ്ഞ് നമുക്കതിനെ പ്രിവെന്റ് ചെയ്ത് നിർത്താൻ പറ്റും. ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നു. സോ ദീസ് ആർ ബാരിയർ മെത്തേഡ്സ്. നെക്സ്റ്റ് ഈസ് ഇൻട്രായൂട്രൈൻ ഡിവൈസസ്. ഇൻട്രായൂട്ടറൈൻ ഡിവൈസസ് എന്ന് പറയുന്നത് യൂട്രസിന്റെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന ചില ഡിവൈസസിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രായൂട്ടറൈൻ ഡിവൈസ് എന്ന് വിളിക്കുന്നത്. അതിന്റെ 2-3 എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇൻട്രായൂട്ടറൈൻ ഡിവൈസസ് എന്ന് പറയുന്നത് നോൺ മെഡിക്കേറ്റഡ് IUDs. നമ്മൾ ഇൻട്രായൂട്ടറൈൻ ഡിവൈസസിന് IUDs എന്ന് കൂടി വിളിക്കും. നോൺ മെഡിക്കേറ്റഡ് IUDs. ഓക്കെ, അടുത്തത് കോപ്പർ റിലീസിംഗ് IUDs. അടുത്തത് ഹോർമോൺ റിലീസിംഗ് IUDs. Okay, so non-medicated IUDs, copper releasing IUDs, ഹോർമോൺ റിലീസിംഗ് IUDs. ഇങ്ങനെ 3 തരത്തിലുള്ള ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ആണ് ഉള്ളത്. അതിൽ ഓരോന്നിന്റെയും ഫംഗ്ഷൻ ഓരോന്നെന്ന് പറയുന്നത് നോൺ മെഡിക്കേറ്റഡ് IUDസിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ലിപ്പസ് ലൂപ്പ് എന്ന് വിളിക്കും. ഓക്കെ, ലിപ്പസ് ലൂപ്പ് എക്സാമ്പിൾ ആണ് ലിപ്പസ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ലിപ്പസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു എസ് ഷേപ്പിലുള്ള ഒരു ലൂപ്പ് പോലെയുള്ള ഒരു സ്ട്രക്ചറാണ്, ഡിവൈസാണ് ലിപ്പസ് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് യൂട്രസിന്റെ ഭാഗത്താണ് അല്ലെങ്കിൽ ബർത്ത് കനാലിൽ ആണത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. യൂട്രസിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ യൂട്രസിനടുത്ത് ആണിത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ഈ ലിപ്പസ് ലൂപ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡ്യൂറിങ് കോയിറ്റസ് നടന്നു കഴിയുമ്പോൾ, കോയിറ്റസിനിടയിൽ അല്ലെങ്കിൽ കോയിറ്റസ് നടന്നു കഴിയുമ്പോൾ ഇജാക്കുലേഷൻ വഴി സ്പേം വന്നു കഴിയുമ്പോൾ ഈ സ്പേമിന് ഇത് ഫാഗോസൈറ്റോസിസ് നടത്തും. ഓക്കെ, ഈ ലിപ്പസ് ലൂപ്പ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിപ്പസ് ലൂപ്പ് എന്ത് ചെയ്യും? അതിനെ ഫാഗോസൈറ്റോസിസിന് കാരണമാവും. സ്പേമിന്റെ ഫാഗോസൈറ്റോസിസ്. അതായത് ഈ ലിപ്പസ് ലൂപ്പ് എന്ന് പറയുന്നത് മാക്രോഫേജ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മാക്രോഫേജ് അതായത് നമ്മുടെ ബോഡിയിലെ ഫോറിൻ പാർട്ടിക്കിൾസിനെ വിഴുങ്ങിക്കളയുന്ന അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് നടത്തുന്ന സെല്ലുകൾക്ക് വിളിക്കുന്ന പേരാണ് മാക്രോഫേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിപ്പസ് ലൂപ്പ്
എന്താണ് റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വോൾസിൽ ഈ മാക്രോഫേജ് സെല്ലുകൾ വന്നിരിക്കും. അപ്പോൾ ഈ മാക്രോഫേജ് സെല്ലുകൾ വരുമ്പോൾ ഈ സ്പേം വന്നു കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ആ സ്പേമിനെ ഈ മാക്രോഫേജ് സെല്ലുകൾ എന്താണ് ഫാഗോസൈറ്റോസിസ് നടത്തും, എൻഗൾഫ് ചെയ്യും, വിഴുങ്ങിക്കളയും. അതുകൊണ്ട് പിന്നീട് ഇത് ഫർദർ മൂവ്മെന്റ് അത് പോസിബിൾ ആവില്ല. അങ്ങനെ അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, പ്രഗ്നൻസി എന്നുള്ള അത് നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, അവസാനിപ്പിക്കാൻ പറ്റും. അതാണ് ലിപ്പസ് ലൂപ്പ് എന്ന് പറയുന്നത്. സോ ഇതൊരു എസ് ഷേപ്പിലുള്ള ഒരു ലൂപ്പിലേക്ക് സ്ട്രക്ചറാണ് ലിപ്പസ് ലൂപ്പ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നു, ഫാഗോസൈറ്റോസിസ് ഓഫ് ദ സ്പേമിന്റെ ഫാഗോസൈറ്റോസിസ് നടത്തുന്നു. ആക്ച്വലി മൈക്രോഫേജ് സെല്ലുകളെ അവിടേക്ക് റിലീസ് ചെയ്യിപ്പിക്കുകയും അവന്മാരാണ് സ്പേമിനെ ഫാഗോസൈറ്റോസിസ് നടത്തുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ലിപ്പസ് ലൂപ്പ് എന്ന് പറയുന്നത്. അടുത്തതാണ് നമ്മളിപ്പോൾ നോൺ മെഡിക്കേറ്റഡ് IUD ലിപ്പസ് ലൂപ്പ് ഡിസ്കസ് ചെയ്തു. സോ നെക്സ്റ്റ് കോപ്പർ റിലീസിങ് IUD. അടുത്തതാണ് കോപ്പർ റിലീസിങ് IUD. ഓക്കെ, എന്താണ് കോപ്പർ റിലീസിങ് IUD നോക്കാം. കോപ്പർ റിലീസിങ് IUD. കോപ്പർ റിലീസിങ് IUD 3 തരത്തിലുള്ള കോപ്പർ റിലീസിങ് IUD ആണുള്ളത്. വൺ ഈസ് കോപ്പർ ടി എന്ന് വിളിക്കും, കോപ്പർ ടി. അടുത്തത് കോപ്പർ 7, CU7, കോപ്പർ 7. അടുത്തത് മൾട്ടിലോഡ് 375, മൾട്ടിലോഡ് 375. ഇവരാണ് കോപ്പർ ടി, കോപ്പർ 7, മൾട്ടിലോഡ് 375 ആവും. ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദേ reduce sperm motility, decreases sperm motility. sperm motility കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് decreases the fertilizing capacity of sperms. സ്പേമിന്റെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി കുറയ്ക്കും. ഓക്കെ, അതായത് നോക്കൂ, കോപ്പർ ടി എന്ന് പറയുന്നതാണ് ഒരു ടി ഷേപ്പിൽ ഉള്ള ഒരു ഡിവൈസാണ്. വളരെ ചെറിയൊരു യൂട്രസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് കോപ്പർ ടി. വളരെ ചെറുതാണ്. ദിസ് ഈസ് കോപ്പർ ടി. ഓക്കെ, ദെൻ കോപ്പർ 7. അടുത്താണ് കോപ്പർ 7. ഒരു 7 പോലെ ഇരിക്കും, ഇങ്ങനെ ഒരു 7 എന്നുള്ള ഒരു 7 എന്നുള്ള ഒരു ഡിജിറ്റ് പോലെ ഇരിക്കും കോപ്പർ 7 എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മൾട്ടിലോഡ് 375. ഇതാണ് മൾട്ടിലോഡ് 375 എന്ന് പറയുന്നത്. സോ അവരെങ്ങനെയാണ് കോൺട്രാസെപ്ഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ കോൺട്രാസെപ്ഷൻ പ്രിവെന്റ് ചെയ്യുന്നത്? സ്പേം മോട്ടിലിറ്റി കുറയ്ക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, സ്പേമിന്റെ സ്ട്രക്ചറിൽ നമ്മൾ പഠിച്ചിരുന്നു മില്യൺസ് ഓഫ് സ്പേം റിലീസ് ചെയ്യുമ്പോൾ അതിലൊരു 60% സ്പേമിൻ മോട്ടൈൽ ആയിരിക്കണം എന്ന് പറഞ്ഞു, അല്ലേ? മോട്ടൈൽ, അവർക്ക് ഡെഫിനിറ്റ് ഷേപ്പും സ്ട്രക്ചറും വേണം. അതിൽ 40% ആളുകൾ എന്താവണം, 40% എന്താവണം, മോട്ടൈലാണ്. അവർക്ക് മൂവ് ചെയ്യാൻ പറ്റണം. അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമാണ് അവർക്ക് ഫീമെയിൽ ട്രാക്റ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ഇതിലൂടെ വജൈനയിൽ ഡെപ്പോസിറ്റ് ആവുന്ന സ്പേം ഇങ്ങനെ മൂവ് ചെയ്ത് വന്ന് ആംബ്യുലാർ റീജിയനിൽ എത്തുമ്പോഴാണ് ഓവം ഉണ്ടാവുക. അവിടെ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. പക്ഷേ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഇവന്മാരെന്ത് ചെയ്യും? കോപ്പർ ടി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പേമിന്റെ മോട്ടിലിറ്റി കുറയും. അപ്പോൾ മോട്ടിലിറ്റി കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം യൂട്രസിന്റെയും ഈ ഭാഗത്തേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും സ്പേം അവിടെ വെച്ച് സ്റ്റോപ്പ് ആയി പോകും. പിന്നെ ഫർദർ മൂവ്മെന്റ് നടക്കില്ല. അപ്പോൾ ഫർദർ മൂവ്മെന്റ് നടന്ന് ആംബ്യുലാർ റീജിയനിൽ എത്തിയെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ, അല്ലേ? സോ നമുക്ക് ആ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സും നടക്കത്തില്ല. യൂട്രസ് വരെ മാത്രമേ ഇവന്മാർ മൂവ് ചെയ്യുള്ളൂ. പിന്നെ ഫർദർ മൂവ്മെന്റ് നടക്കില്ല. അപ്പോൾ സ്പേമിന്റെ മോട്ടിലിറ്റി കുറയ്ക്കും. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ ഒപ്പം എന്ത് ചെയ്യുന്നു? സ്പേമിന്റെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി കുറഞ്ഞു പോകും, അല്ലെ? അമ്മമാർക്ക് ഫെർട്ടിലൈസേഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു പോകും. അങ്ങനെയാണ് നമ്മൾ കോപ്പർ ടി, കോപ്പർ 7, മൾട്ടിലോഡ് പോലെയുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവന്മാർ എങ്ങനെ വരും? ഇതിൽ കോപ്പർ റിലീസിംഗ് ആണ്. ദേ ആർ കോപ്പർ ടി, കോപ്പർ 7 എന്നൊക്കെ പറഞ്ഞാൽ കോപ്പർ റിലീസിംഗ് ആണ്. ആ റിലീസ് ചെയ്യുന്ന കോപ്പറിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് സ്പേമിന്റെ മോട്ടിലിറ്റിയും ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി ഒക്കെ കുറയുന്നത്. സോ ദേ ആർ കോപ്പർ റിലീസിംഗ് IUD എന്ന് വെച്ചാൽ ദേ ആർ ദേ റിലീസ് കോപ്പർ. ആ കോപ്പറിനെ റിലീസ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട്, അതിന്റെ റിസൾട്ട് ആയിട്ടാണ് സ്പേം മോട്ടിലിറ്റി കുറയുന്നതും അവരുടെ ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ് ഹോർമോൺ റിലീസിംഗ് IUD. അടുത്തതിനെ നമ്മൾ വിളിക്കും ഹോർമോൺ റിലീസിംഗ് IUD. അടുത്ത ഡിവൈസ് ആണ് ഹോർമോൺ റിലീസിംഗ് IUD.
ഹോർമോൺ റിലീസിങ് IUD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോർമോണിനെ റിലീസ് ചെയ്യും. അതായത് പ്രൊജസ്റ്ററോൺ അതുപോലെ തന്നെ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണുകളെ റിലീസ് ചെയ്യും. ആ ഹോർമോണുകൾ എന്ത് ചെയ്യും? ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഓവുലേഷൻ പ്രിവെന്റ് ചെയ്യും, ഇംപ്ലാന്റേഷൻ തടയുകയും ചെയ്യും. മെയിൻലി അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ തടയുക എന്നുള്ളതാണ് അവരുടെ ഫംഗ്ഷൻ. ഹോർമോൺ റിലീസിങ് IUD. സോ ഹോർമോൺ റിലീസിങ് IUDസിന്റെ എക്സാമ്പിൾ ആണ് ഹോർമോൺ റിലീസിങ് IUDs. ഹോർമോൺ റിലീസിങ് IUD, അതായത് ഹോർമോണുകൾ, ഈ ഹോർമോൺ റിലീസിങ് IUDs നമ്മൾ യൂട്രസിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോയിറ്റസ് നടന്ന് സ്പേം വരുന്ന സമയത്ത് ഇവർ ചില ഹോർമോണുകളെ റിലീസ് ചെയ്യും. ഏതൊക്കെയാണ് ഹോർമോണുകൾ? പ്രൊജസ്ട്രോൺ, ഒന്നെങ്കിൽ പ്രൊജസ്ട്രോൺ ഓർ പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ കോമ്പിനേഷൻ, പ്രൊജസ്ട്രോൺ ഓർ ഈസ്ട്രോജൻ കോമ്പിനേഷൻ. സോ അപ്പോൾ ഈ ഹോർമോണുകളുടെ അല്ലെങ്കിൽ ഇവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലൂടെ സ്പേം വരികയും, ഇങ്ങനെ സ്പേം വരാം, അങ്ങനെ സ്പേം വന്നിട്ട് ഫെർട്ടിലൈസേഷൻ, ആംബുലർ റീജിയൻ സ്പേം വരുന്നു, ഓവമായിട്ട് മീറ്റ് ചെയ്യുന്നു, ആംബുലറി റീജിയനിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കും. ഫെർട്ടിലൈസേഷൻ നടന്നാലും കുഴപ്പമില്ല, അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇംപ്ലാന്റേഷൻ ആണ്. അപ്പോൾ ഇംപ്ലാന്റേഷൻ നടക്കാതെ സഹായിക്കുക എന്നുള്ളത്. ഇംപ്ലാന്റേഷൻ നമ്മൾ പഠിച്ചു, ഇംപ്ലാന്റേഷൻ നടന്നെങ്കിൽ മാത്രമേ അത് പ്രഗ്നൻസിയിലേക്ക് നയിക്കത്തുള്ളൂ. അപ്പോൾ ഇവന്മാർ എന്ത് ചെയ്യും? ഇംപ്ലാന്റേഷൻ പ്രിവെന്റ് ചെയ്യും. അങ്ങനെ ഇംപ്ലാന്റേഷൻ പ്രിവെന്റ് ചെയ്യുന്ന IUDസിനെ വിളിക്കുന്നതാണ് ഹോർമോൺ റിലീസിങ് IUD. പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ ഒന്നെങ്കിൽ പ്രൊജസ്ട്രോൺ ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ കോമ്പിനേഷൻ ആയിട്ടുള്ള IUDസും അവൈലബിൾ ആണ്. ഓക്കെ, അടുത്തത് ഓറൽ കോൺട്രാസെപ്റ്റീവ്. ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് വെച്ചാൽ പിൽസ്, നമ്മൾ എന്താണ് ഓറലി കഴിക്കുന്ന ഗുളികകളാണ് ഓറൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ചില കേസുകളിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഗുളിക കഴിക്കുന്ന വഴി നമുക്ക് പ്രഗ്നൻസി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഓറൽ കോൺട്രാസെപ്റ്റീവ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു 21 days, അതായത് എത്ര കാലമാണോ ഒരു സ്ത്രീയെ പ്രഗ്നൻസി വേണ്ടാന്ന് വയ്ക്കാൻ തീരുമാനിക്കുന്നത് അത്രയും കാലത്തോളം സ്ഥിരമായിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതായത് 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. അതായത് അവർക്ക് എന്താണ് മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങിയ അന്ന് മുതൽ ഒരു 3-4 ദിവസം സ്റ്റാർട്ടിങ് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം ഒരു 3-4 ദിവസം മുതൽ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ അതിനുശേഷം പിന്നെ ഒരു 7 days സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ അതാണ് നമ്മൾ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നതും അവരും ഇതുപോലെ ഓവുലേഷൻ തടയാൻ വേണ്ടി സഹായിക്കുന്നവരാണ്. ഓവുലേഷൻ, ഓവറിൽ നിന്നും സെക്കൻഡറി oocyte ഓവം റിലീസ് ചെയ്യുന്നതാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓവുലേഷൻ തടയാൻ വേണ്ടിയും അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ ഒക്കെ തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മാർഗമാണ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്നും കൂടി അതിനെ വിളിക്കാറുണ്ട്. കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്നും കൂടി വിളിക്കാറുണ്ട്. ഓക്കെ, പക്ഷെ ഇവർക്കൊരു ചില ഡിഫക്റ്റുകൾ എന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ഇതൊരു സ്റ്റിറോയിഡൽ പ്രിപ്പറേഷൻ ആണ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ല് എന്ന് പറയുന്നത്. അപ്പം ഇത് കഴിക്കുന്നത് മൂലം ചില സൈഡ് ഇഫക്റ്റുകൾ സാധാരണയായിട്ട് പലർക്കും ഉണ്ടാവാറുണ്ട്. പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ്, ഹെഡേക്ക്, അതുപോലെ തന്നെ നോസിയ, അങ്ങനെ കുറേ സൈഡ് ഇഫക്റ്റുകൾ ഇത് കഴിക്കുന്ന മൂലം ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഇല്ലാത്തൊരു നോൺ സ്റ്റിറോയിഡൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്, ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലുണ്ട്. അതിന്റെ പേരാണ് സഹേലി എന്ന് വിളിക്കും. സഹേലി എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലാണ്. അതായത് സൈഡ് ഇഫക്റ്റുകൾ കുറവായിരിക്കും. അതൊരു നോൺ സ്റ്റിറോയിഡൽ പ്രിപ്പറേഷൻ ആണ്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ സഹേലിയെ വിളിക്കുന്നത് വൺസ് ഇൻ എ വീക്ക് പിൽ എന്നാണ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കഴിച്ചാൽ മതി. മറ്റുള്ള കോൺട്രാസെപ്റ്റീവ്സ് 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം. സഹേലി എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കഴിച്ചാൽ മതി. നോൺ സ്റ്റിറോയിഡിലാണ്, അതുകൊണ്ട് പലതരത്തിലുള്ള സൈഡ് എഫക്റ്റുകളൊക്കെ കുറവായിരിക്കും. ഓക്കെ, അത്രയുമാണ് നമ്മൾ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, സോ പറഞ്ഞോട്ടെ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ആണ്. അതിൽ നാച്ചുറൽ ട്രഡീഷണൽ മെത്തേഡ് പറഞ്ഞു, ബാരിയർ മെത്തേഡ് പറഞ്ഞു, ഇൻട്രാ യൂട്രിൻ ഡിവൈസസ് പറഞ്ഞു, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് പറഞ്ഞു. ഓക്കെ, നാച്ചുറൽ മെത്തേഡ് എന്ന് വെച്ചാൽ
എന്തൊക്കെയാണ്? കോയിറ്റസ് ഇന്ററപ്റ്റസ്, ലാക്ടേഷണൽ അമനോറിയ, പീരിയോഡിക് അബ്സ്റ്റിനൻസ് ആണ്. ബാരിയർ മെത്തേഡ് എന്ന് പറയുന്നത് കോണ്ടംസ്, സെർവിക്കൽ ക്യാപ്പ്, വോൾട്ട് ആണ് എക്സാമ്പിൾസ്. ദെൻ ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് എന്ന് പറയുന്നത് യൂട്രസിന്റെ ഉള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ഹോർമോൺ റിലീസിംഗ് ഉണ്ട്, കോപ്പർ റിലീസിംഗ് ഉണ്ട്. ഓക്കെ. ദെൻ അടുത്തത് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ആണ്. എന്താണ്? ഓറലി കഴിക്കാൻ പറ്റുന്ന ഗുളികകളാണ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് സഹേലി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഫംഗ്ഷൻസ്, അതിന്റെ പ്രത്യേകതകൾ നോൺ സ്റ്റിറോയിഡൽ ആണ്, വൺസ് ഇൻ എ വീക്ക് ആണ്. ഓക്കെ.